ജെമിനി ബനാന ഇൻസ്റ്റഗ്രാം മൊത്തവും ചർച്ച ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പരിപാടി. ശരിക്കും ഒരു വിഷമമുണ്ട് ഇത് പറയുന്നത്, അല്ലെങ്കിൽ പോലും ഞാൻ പറയാണ്, ഞാൻ ശരിക്കും എൻ്റെ ലൈഫിൽ എനിക്ക് നടന്ന ഒരു ഇൻസിഡൻറ്റ് ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഈ ട്രെൻഡ് ഭയങ്കര രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഫോട്ടോസ് കളർ ഗ്രേഡ് ചെയ്യുന്നു, ഫോട്ടോസ് പഴയ വിൻറ്റേജ് ടൈപ്പിലൊക്കെ എടുക്കുന്നു. ഒക്കെ ഒരു ഭയങ്കര കളർഫുള്ളും ഭയങ്കര എൻജോയ് ചെയ്ത് നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിതിന് മുന്നേ എൻ്റെ യൂട്യൂബ് വീഡിയോസിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞ ഒരു ടോപ്പിക്കാണിത്. ഞാൻ പറയാൻ കാരണം, എനിക്കിപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. എന്നെ കസ്റ്റമർ എന്നെ ഒന്ന് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മെറ്റർണിറ്റി ഷൂട്ടിനും ഒരു പ്രീ വെഡിങ് ഷൂട്ടിനും എന്നെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻക്വയറി ചെയ്ത് ഞാൻ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അവർക്കത് ഓക്കെയാണ്, ആ റേറ്റൊക്കെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു, എല്ലാം പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പൊ അവര് മെറ്റർണിറ്റി ഷൂട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഫോട്ടോസൊക്കെ. വേറൊരു ഫോട്ടോഗ്രാഫറിന്റെ ഹെൽപ്പോട് കൂടിയല്ല അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ ശരിക്കും ഈ ജെമിനിയുടെ ഹെൽപ്പോട് കൂടി, ലൈക്ക് ജെമിനി ബനാനയുടെ ഹെൽപ്പോട് കൂടിയാണ് ഈ ഫോട്ടോസ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേ സെയിം പരിപാടിയാണ് ഒരു പ്രീ വെഡിങ്ങിനും ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഇതേ പ്രോംപ്റ്റ് വഴി യൂസ് ചെയ്ത് അവരുടെ ഫേസ് വെച്ചിട്ട് ഒരു ഫോട്ടോ അത്രയും അക്യുറേറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ആൾക്കാരെല്ലാവർക്കും ഓക്കെ ഇത് മതി, നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫോട്ടോഗ്രാഫറിന്റെ ജോബ് ആ നിമിഷം പോയി. ഇത് എന്തായാലും നടക്കും, ഇങ്ങനെ നടക്കത്തുള്ളൂ എന്ന് ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ കുറച്ചുപേരും ചിന്തിക്കുന്നുണ്ടാവും ഫോട്ടോഗ്രാഫിയിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നതെന്ന്. അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കാര്യം അതോ ഗതി. അതേ കണക്ക് തന്നെ നമ്മൾ ഔട്ട്ഡോർ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന ഇവന്റുകാരൊക്കെ ഉണ്ടല്ലോ, സെറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന അവരുടെ കാര്യവും അതോ ഗതി. ഇനി ഒരു കാര്യം, ഇനി ഫ്യൂച്ചറിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന വേറൊരു മെയിൻ കാര്യം എന്താണെന്നറിയാമോ?